മൈ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് ഓൾജിബ്രാക് എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് പഠിച്ചാലോ? സോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എന്താണ് എക്സ്പ്രഷൻ, ഓൾജിബ്രാക് എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ തന്നെ എങ്ങനെയാണ് ഓൾജിബ്രാക് എക്സ്പ്രഷൻ വരുന്നതെന്നുള്ളത് പറയും. നമുക്കതൊരു കഥയിലൂടെ നോക്കാം. സോ ഒരു ബർത്ത്ഡേക്ക് എനിക്കൊരു ബാഗ് ഗിഫ്റ്റായിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. ഈ ബാഗിനകത്ത് കുറേ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. സോ എനിക്ക് അറിയില്ല അതിൽ എത്ര ചോക്ലേറ്റ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അറിയില്ലാത്തൊരു കാര്യം നമ്മൾ എത്രയായിട്ട് എടുക്കും? അതിൽ 10 ആണോ 20 ആണോ അതെയോ ഒരെണ്ണാണോ ഒന്നും അറിയില്ല. സോ ആ അറിയില്ലാത്ത കാര്യത്തിന് നമ്മൾ എന്തായിട്ട് എടുക്കും? അത് ഫിക്സ്ഡ് അല്ലാത്തത് കൊണ്ട് നമ്മളത് വേരിയബിൾ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, സോ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെറ്റേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ അറിയില്ലാത്തത് കൊണ്ട് നമ്മൾ എന്തായിട്ട് എടുക്കും? ഒന്നെങ്കിൽ ഇതിനെ എക്സ് എന്നെടുക്കാം, അല്ലെങ്കിൽ വൈ എന്നെടുക്കാം, എ ബി സി ഡി എന്ത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ചോക്ലേറ്റ്സ് നമുക്ക് എത്ര എണ്ണമാണ്? എക്സ് ചോക്ലേറ്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് അറിയില്ല എത്രയാണെന്നുള്ളത്, അതുകൊണ്ട് അത് എക്സ് ചോക്ലേറ്റ്സ് നമ്മൾ എടുത്തു. ഇനി ഈ എക്സ് ചോക്ലേറ്റ്സ് ഇനി അടുത്ത ദിവസം എനിക്ക് എൻ്റെ ബ്രദർ 4 ചോക്ലേറ്റ്സും കൂടെ കൂടുതൽ തന്നു. അപ്പോൾ അതിൻ്റെ കൂടെ എത്രയായി നോക്കിയേ? 4 ചോക്ലേറ്റ്സ് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഇവിടെ ഇപ്പോൾ എക്സ് ചോക്ലേറ്റ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ 4 എണ്ണം കൂടി എന്ന് പറയുമ്പോൾ എന്തായി? എക്സ് പ്ലസ് 4 അല്ലേ? സോ എക്സ് പ്ലസ് 4 ചോക്ലേറ്റ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ നോക്കിയേ, ഈ എഴുതിയേക്കുന്നത് തന്നെയാണ് എന്ത്? ഓൾജിബ്രാക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഇതാണ് ഓൾജിബ്രാക് എക്സ്പ്രഷൻ. അതായത് ഒരു എക്സ്പ്രഷനിൽ എന്തൊക്കെ കാണും? വേരിയബിൾസ് കാണും, അതേപോലെ കോൺസ്റ്റൻസ് കാണും, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, അതേപോലെ എന്തെങ്കിലുമൊക്കെ കാണും. സോ എന്താണ് ഓൾജിബ്രാക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ? അതായത് കോമ്പിനേഷൻ ഓഫ് എ വേരിയബിൾ ഓർ കോൺസ്റ്റൻറ്റ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് 4 എന്ന് പറയുന്ന ഓൾജിബ്രാക് എക്സ്പ്രഷൻ ആണ്. ഇതേപോലെ വേറൊരെണ്ണം പറയുകയാണെങ്കിൽ നോക്കി, 2x + 8 അല്ലെങ്കിൽ 3x² - 4. ഇതെല്ലാം ഓൾജിബ്രാക് എക്സ്പ്രഷൻ ആണ്. എക്സ് തന്നെ വേണമെന്നില്ല കേട്ടോ, വൈ സെഡ് എന്ത് വേണമെങ്കിലും ആകാം. സോ ഇതെല്ലാം ഓൾജിബ്രാക് എക്സ്പ്രഷൻസ് തന്നെയാണ്. നമുക്ക് നോക്കാം റൈറ്റ് വേരിയബിൾ എക്സ്പ്രഷൻസ്. ഇത് നോക്ക്, ഇവിടെ നിങ്ങൾക്ക് കാണാമോ? ഇതെന്താണ്? അതായത് 5x - 3 എന്നാണ് കൊടുത്തേക്കുന്നത്. 5x - 3. സോ ഇതിൽ നമുക്ക് വേരിയബിൾ ഉണ്ട്, കോൺസ്റ്റൻ്റ് ഉണ്ട് അല്ലേ? വേരിയബിൾ ഏതാണ് ഇവിടെ? വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്, 3 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ ഈ എക്സിൻ്റെ കൂടെയുള്ള, അതായത് വേരിയബിളിൻ്റെ കൂടെയുള്ള ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും എന്ത്? കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. സോ ഒന്നെങ്കിൽ നമ്മൾ അതിനെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻ്റ് എന്ന് പറയും, അല്ലെങ്കിൽ സിംപ്ലി കോഎഫിഷ്യൻ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് കോഎഫിഷ്യൻ്റ്, ഇത് വേരിയബിൾ, അതേപോലെ ഇത് കോൺസ്റ്റൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് അറിയാം, നോക്ക് 5x - 3 അല്ലേ? ഇവിടെ ഈ 5x അതേപോലെ 3 രണ്ട് ടേംസ് ആണുള്ളത്. ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്ലസ് ഓർ മൈനസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക് മൈനസ് ഉണ്ട്. സോ 5x and 3 ഇതായിരിക്കും നമ്മുടെ രണ്ട് ടേംസ് എന്ന് പറയുന്നത്. സോ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 9xy + 4x - 9. സോ ഇതിൽ എത്ര ടേംസ് ഉണ്ട് നോക്കിയേ? ഇതൊരു ടേം, ഇത് അടുത്ത ടേം, ഇത് മൂന്നാമത്തെ ടേം. സോ ടോട്ടൽ 3 ടേംസ് ഉണ്ട് അല്ലേ? പ്ലസും മൈനസും വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്തേക്കുവാണ്. സോ ടോട്ടൽ 3 ടേംസ് ആണ് ഉള്ളത്. ഓക്കെ, അതാണ് ഓൾജിബ്രാക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ബേസിക് ആയിട്ട് അതിൽ എന്തൊക്കെയുണ്ട്? കോഎഫിഷ്യൻ്റ്, വേരിയബിൾ, കോൺസ്റ്റൻറ്റ്, ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻ ബൈ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതാണ് എന്ത്? ഓൾജിബ്രാക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. 4x² - 9xy. ഓക്കെ, ഇതൊരു എക്സ്പ്രഷൻ ആണ് അല്ലേ? എക്സും വൈയും നമ്മുടെ വേരിയബിൾസ് വെച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഇനി ഇത് നോക്ക്, ടേംസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ടേംസ് എന്ന് പറയുന്നത് എത്ര ടേംസ് ഉണ്ട്? 2 ടേംസ് ആണല്ലേ നമുക്കുള്ളത്. സോ എങ്ങനെ എഴുതാം? 4x² എന്ന് പറയുന്ന ഒരു ടേം, ഇവിടെ മൈനസ് വെച്ചാണ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. സോ 4x² എന്ന് പറയുന്ന ഒരു ടേം, അതേപോലെ അടുത്ത ഏതാണ്? 9xy, ഇത് അടുത്ത ടേം. ഇനി നോക്ക്, ഇതിന് നമുക്ക് എങ്ങനെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുന്നത്? 4x² ഫാക്ടേഴ്സ്, ഇവിടെ ഈ 4 ഒരെണ്ണമാണ്. സോ 4 ഫാക്ടറായിട്ട് വന്നു. ഇനി x² നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? ഈ സ്പ്ലിറ്റ് ചെയ്ത് ഏറ്റവും നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ 4x² എന്നുള്ളതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 4 × x × x അല്ലേ? x × x ആണ് x². സോ ഇവിടെ നമുക്ക് ഫാക്ടേഴ്സ് ഏതായിരിക്കും? 4xx, ഇതാണ് ഫാക്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ 9xyയുടെ ഫാക്ടേഴ്സ് എന്തായിരിക്കും? 9xy.
ഓക്കെ, ഇതാണ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് ഒരു ഓൾജിബ്രാക് എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ 2 ടേംസ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ടേംസ് ആയിട്ട് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം, അതേപോലെ അതിൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെയാണ് എന്നുള്ളതും പഠിച്ചു. സോ അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. 3x² + 4 - 2x. ഇവിടെ നമുക്ക് പവർ നോക്ക്, ഏതാ പവർ വന്നേക്കുന്നത്? 2 വന്നിട്ടുണ്ട്, ഇവിടെ 1 വന്നിട്ടുണ്ട് അല്ലേ? സോ അതിനെയാണ്, ഈ പവേഴ്സിനെയാണ് നമ്മൾ എക്സ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ്പോണൻറ്റ് ആണ് പവേഴ്സ്. ഇവിടെ ഏതാ വേരിയബിൾ വന്നേക്കുന്നത്? വേരിയബിൾ എക്സ് ആണ്. ഇനി x² കോഎഫിഷ്യൻ്റ് ആണ് 3, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 2 ആണ്. 2 അല്ല, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. സോ -2 ആയിരിക്കും എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് വരിക. ഓക്കെ ആണല്ലോ? സോ -2 ആണ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്. x² കോഎഫിഷ്യൻ്റ് എന്താ? 3 ആണ്. ഈ 4 എന്ന് പറയുന്നത് എന്തായിരിക്കും അപ്പോൾ? കോൺസ്റ്റൻറ്റ് ടേം. അതായത് വേരിയബിൾ ഇല്ലാതെ വരുന്ന ടേം ആണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ടേം എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് x² കോഎഫിഷ്യൻ്റ് 3, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? -2, 4 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേം, ആൻഡ് ഇവിടെ വേരിയബിൾ ഏതാണ്? എക്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾജിബ്രാക് എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി 2 എക്സാമ്പിൾസും കൂടെ നമുക്ക് നോക്കാം. സോ 4x³ - 2x²y. ഇതിൽ എത്ര ടേംസ് ഉണ്ട്? ഇതിൽ എത്ര ടേംസ് ആണുള്ളത് നമുക്കറിയാം. മൈനസ് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. സോ 4x² എന്ന് പറയുന്ന ഒരു ടേം, അതേപോലെ 2x²y എന്ന് പറയുന്നത് അടുത്ത ടേം. സോ ഇത് രണ്ടും എന്താണ്? ടേംസ് ആണ് അല്ലേ? ഓക്കെ, 2 ടേംസ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഇനി ഫാക്ടേഴ്സ് ഏതായിരിക്കും? അപ്പോൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്? നോക്കി, ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 4x³ ഫാക്ടർ ആയിരിക്കും എന്ത്? 4x³ ഫാക്ടർ. 4 ഒരു ഫാക്ടറാണ്. ഈ x³ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? x അല്ലേ? സോ 4x ഇത്രയാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ -2x²y എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്? -2x²y ആണെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ത് വരും? -2 ഇൻറ്റു എന്താ വരുന്നത്? x² എന്ന് പറയുന്നത് x ഇൻറ്റു x ആണ്. സോ x പിന്നെ y അല്ലേ? സോ -2xy ഇതാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് വരുന്നത്. ഇനി x³ കോഎഫിഷ്യൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? 4 ആണ്. ഇവിടെ x²y കോഎഫിഷ്യൻ്റ് എന്താണ്? -2. സോ ന്യൂമറിക്കൽ വാല്യൂ ആണ് എന്ത്? കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ഓൾജിബ്രാക് എക്സ്പ്രഷൻ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററേ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള കുട്ടി വീഡിയോസുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തിനെ പറ്റിയാണ് ഇതേപോലെ വീഡിയോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.